ദക്ഷിണാഫ്രിക്കയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്വർണ്ണഖനിയിൽ അനധികൃത ഖനനത്തിനിറങ്ങി കുടുങ്ങിയ 100 പേർ മരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാസങ്ങളോളമായിരുന്നു ഇവർ വടക്കു പടിഞ്ഞാറൻ പ്രവേശിലെ ഖനിയിൽ കുടുങ്ങിക്കിടന്നത്. പട്ടിണിയും നിർജ്ജലീകരണവും മൂലമാണ് ഇവർ പ്രധാനമായും മരിച്ചതും. വെള്ളിയാഴ്ചയ്ക്ക് ശേഷം 24 മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിലായിരുന്നു ഖനിയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ പോലീസ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. 36 പേരെയോളം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഖനിയുടെ വിവിധ ഭാഗങ്ങളിലായി 500ഓളം പേർ ഉണ്ടെന്നാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ലാഭകരമല്ലാത്ത ഖനികൾ ഉടമകൾ ഉപേക്ഷിക്കുന്നതിനെ തുടർന്ന് അനധികൃത ഖനനം വളരെയധികം വ്യാപകമാണ്. മാസങ്ങളോളമായിരിക്കും ഇവർ ഖനികളിൽ തങ്ങുക. ഭക്ഷണം, വെള്ളം, ജനറേറ്ററുകളും മറ്റു ഉപകരണങ്ങൾ തുടങ്ങിയവയുമായാണ് ഇവർ ഖനികളിൽ പ്രവേശിക്കുന്നത്. 2 മാസം മുമ്പ് ഖനിയിൽ പോലീസും അനധികൃത ഖനനം നടത്തുന്നവരുമായി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഖനിയിൽ ഇറങ്ങിയവരെ പുറത്തെത്തിക്കാൻ പോലീസ് കാര്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പുറത്തെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് ഖനനം നടത്തുന്നവർ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. ഖനിയിൽ നിന്നും പുറത്തിറങ്ങാനുള്ള വടങ്ങൾ പോലീസ് നീക്കം ചെയ്തതോടെ ഖനനം നടത്തുന്നവർ കുടുങ്ങിയെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ആരോപണം. ഭക്ഷണം തടഞ്ഞ തരത്തിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജോഹന്നാസ്ബർഗിന് തെക്കു പടിഞ്ഞാറുള്ള സ്റ്റീൽഫോണ്ടെയിൻ നഗരത്തിനുള്ള ഖനിയെ ചൊല്ലി പോലീസും ഖനിത്തൊഴിലാളികളും നാട്ടുകാരും തമ്മിൽ നവംബർ മുതൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. സ്വർണം സമ്പന്നമായ ദക്ഷിണാഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ അനധികൃത ഖനനം വളരെയധികം സാധാരണവുമാണ്. കമ്പനികൾക്ക് ലാഭകരമല്ലാത്ത ഖനികൾ അടച്ചുപൂട്ടുമ്പോൾ നിയമം ലംഘിച്ച് ഖനന തൊഴിലാളികൾ സംഘങ്ങളായി ചേർന്ന് ഖനനം നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. കൂടുതൽ ലാഭം തേടുന്നതിനായിട്ടാണ് മാസങ്ങളോളം മണ്ണിനടിയിൽ തൊഴിലാളി സംഘങ്ങൾ ജോലിയെടുക്കുന്നത്. ഭക്ഷണം, വെള്ളം, ജനറേറ്ററുകളും മറ്റു ഉപകരണങ്ങൾ എന്നിങ്ങനെ സാധനങ്ങളെല്ലാമായിട്ടായിരിക്കും ഇവർ ഖനിക്കുള്ളിൽ പ്രധാനമായും എത്തുന്നത്.